നമസ്കാരം, ET ടോക്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ ട്രേഡിംഗ് കുറച്ചും കൂടെ ഈസി ആകാൻ വേണ്ടിയിട്ട് ആൽഗോ ട്രേഡിംഗ് ഒക്കെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആൽഗോ ട്രേഡിംഗ് എന്താണെന്നും എങ്ങനെയാണ് നമുക്കത് ചെയ്യാൻ പറ്റുക എന്നും അറിയാനൊക്കെ താല്പര്യം ഉണ്ടായിരിക്കും. ഈ ഒരു വിഷയത്തെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഈ ഒരു വിഷയം സംസാരിക്കാനായിട്ട് സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ആയിട്ടുള്ള അഭിനാസ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വെൽക്കം സർ. താങ്ക് യു. അപ്പോൾ ആൽഗോ ട്രേഡിംഗ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഫ്രം ദ സ്ക്രാച്ച് തുടങ്ങാം. ആൽഗോ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു ഡെഫിനിഷൻ വരുന്നത്? എന്താണ് ആൽഗോ ട്രേഡിംഗ്? ഡെഫിനേഷൻ ഇൻ ദ സെൻസ് നമ്മളിപ്പം മാനുവലി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം അത് ഓട്ടോമേറ്റ് ചെയ്യുന്ന, മാനുവൽ ഇന്റർഫിയറൻസ് ഇല്ലാതെ, അത്രമാത്രമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം കഴിഞ്ഞ ദിവസത്തെ പ്രീവിയസ് ഡേ ഹൈ ട്രേഡിംഗ് ആസ്പെക്റ്റിൽ പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് ചെയ്താൽ എൻട്രി എടുക്കണം എന്നുള്ളതാണ് റൂള്. അപ്പം നമ്മളത് മാനുവലി ഓർഡർ ക്ലിക്ക് ചെയ്യുന്നതിന് പകരം അത് കോഡ് ചെയ്ത് സോഫ്റ്റ്വെയറിൽ നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ടാവും. ആ സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കലി ട്രിഗർ ചെയ്യും കോൾ. അതാണ് സംഭവം. ഓട്ടോമേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ആൽഗോ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഈ ആൽഗോ ട്രേഡിംഗിന്റെ ഒരു അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? അതുപോലെ തന്നെ ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കുമല്ലോ. എന്തൊക്കെ ലിമിറ്റേഷൻസ് ആയിരിക്കും? അഡ്വാൻറ്റേജസ് ഇപ്പം ടു ബി ഫ്രാങ്ക് പേഴ്സണലി ഞാൻ സംസാരിക്കുമ്പം ഈ പറയുന്ന ആൽഗോ ട്രേഡിംഗ്, അതായത് ട്രേഡിംഗ്, സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡിംഗ് എന്ന് പറയുന്നത് മനുഷ്യൻ ചെയ്യേണ്ട കാര്യമല്ല എന്നുള്ള ഒരു അഭിപ്രായമുള്ള ഒരാളാണ്. കാരണം എസ്പെഷ്യലി റൂൾ ബേസ്ഡ് ആയിട്ട് പോകുമ്പോൾ മനുഷ്യന്മാരാണ്, നമുക്ക് ഇമോഷൻസ് ഉണ്ട്, അത് സബ്ജക്റ്റീവ് ഇമോഷൻസ്, അത് സ്വാഭാവികമാണ്. അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യം അത് സൊല്യൂഷനായിട്ടാണ് കൊണ്ടുവരേണ്ടത്. ആ സൊല്യൂഷനാണ് ഈ പറയുന്ന ഒരു ആൽഗോ ട്രേഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. കാരണം ഒന്ന് ഇമോഷൻസ്, രണ്ട് നമുക്ക് ഒരു റൂൾ ഉണ്ടാവും. ആ റൂൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ ടൈം 100% സ്ക്രീനിൽ നോക്കി ഇരിക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. അവിടെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ട്രിഗർ ആയി കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഗോൺ എന്നുള്ളൊരു പർപ്പസ് അവിടെ ഉണ്ട്. അപ്പം ഈ പറഞ്ഞതാണ്, മനുഷ്യന്മാർക്കുള്ളതല്ല ട്രേഡിങ്, അത് ഒരു മെഷീൻ ചെയ്യേണ്ട കാര്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം അവിടെയാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ടെക്നോളജി ഡിപ്പെൻഡ് ചെയ്യണം. ടെക്നോളജി ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ടെക്നിക്കൽ ഇഷ്യൂസും ഉണ്ടാവും. ടെക്നിക്കൽ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. മാനുവലി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ചിലപ്പം ടെക്നിക്കൽ ഇഷ്യൂ ഉള്ള ദിവസം അത് ചെയ്യാൻ പറ്റാതെ ആവാം. പിന്നെ നമ്മൾ ടെക്നിക്കൽ യൂസ് ചെയ്യുമ്പം കുറച്ച് മാനുവലി ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതൊരു പോസിറ്റീവാണ്. പക്ഷെ അതേസമയം അതൊരു നെഗറ്റീവ് ആവും. കാരണം നമുക്ക് ടെക്നിക്കൽ ഇല്ലെങ്കിൽ ആ പോയിന്റ് ഓഫ് ടൈമിൽ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അതെനിക്ക് മാനുവലിയോ ചെയ്യാൻ പറ്റാത്ത ഒരു എലമെന്റും കൂടെ ഉണ്ടാവും. അപ്പം അത് തന്നെയാണ്, അതൊരു പോസിറ്റീവ് നെഗറ്റീവ് ആണ്. ഏതൊരു സാധനത്തിനെ പോലെ ആയാലും രണ്ട് സൈഡും ഉണ്ട്. ആ നെഗറ്റീവ്സിനെ സോൾവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാന്ന് മാത്രമേ ഉള്ളൂ, മാനേജ് ചെയ്യാനുള്ള. ഈ ആൽഗോ ട്രേഡിംഗിൽ നമ്മളൊരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണ്? അതായത് ഇപ്പോൾ റൂൾ ബേസ്ഡ് ആണ്, നമ്മൾ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു റൂൾസ് ഉണ്ട്, സെറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുക? ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഡേറ്റ വെച്ചിട്ടാണ്. അതായത് ഒരു ഡേറ്റ, ഒരു ഫോർ എക്സാമ്പിൾ അതിന് ഇത്ര റിസ്ക് ഉണ്ട്, റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺ എത്രയാണ് എന്നുള്ള പാരാമീറ്റേഴ്സ് നോക്കിയിട്ടാണ് ഡിസൈഡ് ചെയ്യണം. ഓക്കെ, ദിസ് ക്യാൻ ബി ഗോൺ ലൈവ് എന്നുള്ള ഒരു ഡിസിഷൻ എടുത്തതിന് ശേഷമാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാം ബേസിക്കലി പറയുകയാണെങ്കിൽ ബാക്ക് ടെസ്റ്റിംഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ ഒതുങ്ങും. പ്രോപ്പറായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്ത് പ്രോഫിറ്റബിൾ ആണെന്ന് ഉറപ്പ് വരുത്തുക, അത് ഫോർവേഡ് ടെസ്റ്റ് ചെയ്യുക, ദെൻ ഇംപ്ലിമെന്റ് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ കൊണ്ടുവരുന്നത്. ഈ ഒരു ആൽഗോ ട്രേഡിംഗിൽ കേട്ടിട്ടുള്ള ഒരു ടേമാണ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇന്റർഫേസ് എന്ന് പറയുന്നത്. അപ്പൊ അതെന്താണ്? API എന്നുള്ളത് പറയുമ്പം അതൊരു ബ്രിഡ്ജ് എന്നുള്ള, ഇപ്പം ഞാൻ പറഞ്ഞു, ഒരു സോഫ്റ്റ്വെയറിൽ ബിൽഡ് ചെയ്യുന്ന ഒരു സാധനമാണ്. നമ്മളൊരു സ്ട്രാറ്റജി ഉണ്ടാവും. ആ സ്ട്രാറ്റജി റൂൾ ഡിഫൈൻ ചെയ്ത് കോഡ് ചെയ്ത് ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഉണ്ടാക്കി. പക്ഷേ അവിടെ നമുക്ക് ഓർഡർ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ബ്രോക്കർ ടെർമിനലിലേ പറ്റത്തുള്ളൂ, അത് മാനുവലിയല്ലേ പറ്റത്തുള്ളൂ. പക്ഷെ ഈ രണ്ട് സോഫ്റ്റ്വെയറും ഈ പറയുന്ന ബ്രോക്കറുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ് API വെച്ചിട്ട്. ഈ API വെച്ചിട്ടാണ് നമ്മൾ സോഫ്റ്റ്വെയറിൽ നിന്ന് ഡേറ്റ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് ഓർഡർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ട്രിഗറായി, സോഫ്റ്റ്വെയറിൽ നിന്ന് ട്രിഗറായി API വഴിയാണ് ബ്രോക്കറിലോട്ട് വന്ന് ബ്രോക്കറിൽ നിന്ന് ഓർഡർ പോകുന്നത്. ഒരു ബേസിക്കലി പറയുകയാണെങ്കിൽ ഒരു ബ്രിഡ്ജ് എന്നുള്ള രീതിയിൽ തന്നെ. ഓക്കെ, അപ്പോൾ ഈ ആൽഗോ ട്രേഡിംഗ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു കൺസേൺ എന്ന് പറയുന്നത് സ്ലിപ്പേജ് ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? അപ്പോൾ അതെങ്ങനെയാണ് നമുക്കത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്? സ്ലിപ്പേജ് ആൽഗോ ട്രേഡിംഗിൽ ഏറ്റവും കുറഞ്ഞൊരു സാധനമാണ്. ട്രേഡിംഗിൽ സ്ലിപ്പേജ് ഉണ്ടാകുന്ന സാധനമാണ്. അത് മാനുവലി ചെയ്താലും വരും, ആൽഗോ ട്രേഡിംഗിൽ ഉണ്ടായാലും വരും. പക്ഷെ ആൽഗോ ട്രേഡിംഗിൽ അത് ഏറ്റവും കൂടുതൽ മിനിമം സ്ലിപ്പേജ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഒരു ഈ ആൽഗോ ട്രേഡിങ്ങിന്റെ പവർ എന്ന് പറയുന്നത്. കാരണം ഒരു എക്സാമ്പിൾ, ഇപ്പം 100 രൂപ ട്രിഗർ ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പോയിന്റിൽ റൂള് ട്രിഗർ ആയി കഴിഞ്ഞാൽ നമ്മൾ മാനുവലി ആണെങ്കിൽ ചെയ്ത് ഓർഡർ ഇടാൻ വരുമ്പോഴേക്കും 100 എന്നുള്ള 101 ആവാൻ സാധ്യത കൂടുതലാണ്. പക്ഷെ ഒരു സോഫ്റ്റ്വെയറിലാണ് ആ
100 നമ്മുടെ ട്രിഗർ പോയിന്റ്, പക്ഷേ കിട്ടിയത് 101 അതാണ് ആ ഒരു രൂപയാണ് സ്ലിപ്പേജ് എന്ന് പറയുന്നത്. ബാക്ക് ടെസ്റ്റിംഗിൽ നമുക്ക് 100 രൂപയിൽ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ആ പ്രോഫിറ്റബിലിറ്റി 100 രൂപയുടെ വെച്ചിട്ടാണ് നമ്മൾ കോസ്റ്റ് എടുത്തിട്ടാണ് ചെക്ക് ചെയ്ത് പ്രോഫിറ്റബിൾ ആയിട്ടുള്ളത്. പക്ഷെ ലൈവിൽ വന്നപ്പോൾ 101 അവിടെ തന്നെ 1% റിട്ടേൺ പോയി ഒരു ദിവസം. അപ്പോൾ സ്ലിപ്പേജ് കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് കാര്യമാണ് നമ്മുടെ ട്രേഡിംഗിൽ വരുമ്പോൾ. പക്ഷെ ആൽഗോയിൽ വരുമ്പോൾ 101 പോകില്ല, 100 പോയിന്റ് ചിലപ്പോൾ 2 കിട്ടും. 0.2 ആ ഒരു വ്യത്യാസം ആൽഗോ ട്രേഡിംഗിൽ പോസിറ്റീവായിട്ടാണ് വരുന്നത് സാധാരണ. അതെങ്ങനെയൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാന്നുള്ളതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നല്ല ടെർമിനൽ ആയിരിക്കും, നല്ല ടെക്നോളജി ആയിരിക്കും. നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ API, നേരത്തെ പറഞ്ഞ API സ്പീഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ലിമിറ്റ് ഓർഡേഴ്സ് വിടുക. ഇപ്പൊ എനിക്കൊന്ന് സെബി ലിമിറ്റ് ഓർഡേഴ്സേ പറയുന്നുള്ളൂ, ചെയ്യാൻ അനുവദിക്കത്തുള്ളൂ. മുമ്പ് മാർക്കറ്റ് ഓർഡർ അലോഡ് ആയിരിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ 100 ട്രിഗർ പോകുമ്പോൾ മാർക്കറ്റ് ഓർഡർ എത്രയാണോ പോകുന്നത് അതില്ലെങ്കിൽ പോകും. ഇപ്പൊ നമുക്ക് ലിമിറ്റ് വെച്ച് കഴിഞ്ഞാൽ 100.1 പോകണമെന്ന് വെച്ചാൽ അത് പോകും. അല്ലെ, അതിന് ഒരു വഴി ലിമിറ്റ് ഓർഡർ വയ്ക്കും. പക്ഷെ ആ ലിമിറ്റ് ഓർഡർ നമ്മൾ പറയുന്ന വിലയ്ക്ക് പോകണമെങ്കിൽ ലിക്വിഡിറ്റി വേണം. അപ്പൊ ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആയിരിക്കണം. അതുപോലെ ലിമിറ്റ് ഓർഡേഴ്സ് വയ്ക്കുക. ഈ പ്രോപ്പർ API സ്പീഡ്, നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജി, നമ്മൾ ഉപയോഗിക്കുന്ന ബ്രോക്കർ, അത് രണ്ടും ഹൈ എൻഡ് ആയിരിക്കണം. ലേറ്റസ്റ്റ് ടെക്നോളജി അപ്ഡേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് സ്ലിപ്പേജ് കൺട്രോൾ ചെയ്യാൻ പറ്റും. എലിമിനേറ്റ് ചെയ്യാൻ പറ്റൂല, മാനേജ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ആൽഗോ ട്രേഡിംഗിൽ ഉണ്ടാകാനുള്ള ഒരു ലിമിറ്റേഷൻ അല്ലെങ്കിൽ ഒരു കൺസേൺ എന്ന് പറയുന്നത് ലേറ്റൻസി ആണ്. അപ്പൊ അങ്ങനെ ലേറ്റൻസി എങ്ങനെയാണ് ഈ ഒരു ആൽഗോ ട്രേഡിംഗിനെ അഫക്ട് ചെയ്യുന്നത്? ലേറ്റൻസി ആണ് ഈ പറഞ്ഞ API. ലേറ്റൻസി ഇൻ ദ സെൻസ് എന്ന് പറയുന്നത് API നിന്ന്, അതായത് നമ്മുടെ സോഫ്റ്റ്വെയറിൽ നിന്ന് ബ്രോക്കറിലോട്ട് ബ്രിഡ്ജ് വഴി വരുന്ന API വഴി വരുന്ന ആ ടൈം ഡിഫറൻസ് ആണ് ലേറ്റൻസി എന്ന് പറയുന്നത്. ഇപ്പം ലേറ്റൻസി ഒരു മില്ലി സെക്കൻഡ്സിലാണ് ആക്ച്വലി അത് നടക്കുന്നത്. എത്രത്തോളം നമുക്ക് ലേറ്റൻസി കുറയ്ക്കാൻ പറ്റുമോ അത്രയും സ്ലിപ്പേജ് കുറയും. അത് കൂടുന്തോറും ഈ പറയുന്ന സ്ലിപ്പേജ് കൂടിക്കൊണ്ടിരിക്കും. അതാണ് ഈ പറഞ്ഞ ലേറ്റസ്റ്റ് ടെക്നോളജി, ഒരു മോഡേൺ ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള API ആണെങ്കിലും ഈ ഒരു ലേറ്റൻസി നമുക്ക് കുറയ്ക്കാൻ പറ്റും. കാരണം എനിക്ക് തോന്നുന്നു ഒരു ചില കമ്പനീസ്, ഹൈടെക് ഇൻഫ്രാസ്ട്രക്ചറുള്ള കമ്പനീസ് കളിക്കുന്നത് മില്ലി സെക്കൻഡ്സ് ഉള്ള ട്രേഡിലാണ് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ അത്രയും ഇമ്പോർട്ടൻറ്റ് സാധനമാണ് ലാറ്റൻസി എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത്. അതേപോലെ തന്നെ ചോദിക്കാനുള്ളത്, ആൽഗോ ട്രേഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആൽഗോ ട്രേഡിൽ പൊസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുക? ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്തും യൂസ് ചെയ്യാം. അത് ഇന്നത് ആണെന്നൊന്നുമില്ല. ഇപ്പം നമ്മുടെ ബാക്ക് ടെസ്റ്റിങ്ങിൽ എന്താണോ വരുന്നത്, അതായത് ഫോർ എക്സാമ്പിൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം EMA എന്ന് പറയുന്ന സാധനം ഇഷ്ടമാണ്. പൊതുവെ ഇടയ്ക്ക് ഒരു 2020 ആ സമയത്ത് ഒരു ട്രെൻഡ്, സ്റ്റോക്ക് മാർക്കറ്റിലെ ട്രെൻഡ് വന്നത് എനിക്കൊന്ന് 2021-20 ആ സമയത്താണ്. ആ സമയത്ത് വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു മൂവ്മെന്റ് പോലെ വന്നത് ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം മോശമാണ്, പ്രൈസ് ആക്ഷനാണ് ഏറ്റവും അൾട്ടിമേറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ്. ഇപ്പം അത് മാറി വേറെ ട്രെൻഡിലോട്ട് പോകുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊന്നുമില്ല. ഇൻഡിക്കേറ്റേഴ്സും വെച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കാം, പ്രൈസ് ആക്ഷനും വെച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കാം, ഏത് വെച്ചിട്ടായാലും പ്രോഫിറ്റ് ഉണ്ടാക്കാം. അതിനേതായിട്ടുള്ള കൃത്യമായിട്ടുള്ള ടെസ്റ്റ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. വെറുതെ ഒരു ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ മൂവിങ് ആവറേജ് ക്രോസ് ഓവർ എന്ന് പറയുന്ന സാധനം വർക്ക്ഔട്ട് എന്നുള്ളതല്ല. അത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഉറപ്പുവരുത്തണം എത്രയാണെന്നുള്ളത്. അങ്ങനെ ഒരു ബ്ലൈൻഡ് ആയിട്ട് പോകുമ്പോഴാണ് ഇതെല്ലാം പ്രശ്നം. ബ്ലൈൻഡ് ആയിട്ട് പോയാൽ പ്രൈസ് ആക്ഷൻ എല്ലാം പ്രശ്നമാണ്. അപ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് പറയുകയാണെങ്കിൽ അത് മൂവിങ് ആവറേജ് ആയാലും ബോളിഞ്ചർ ബാൻഡ് ആയാലും പിവറ്റ്, സ്റ്റാൻഡേർഡ് പിവറ്റ് ആണെങ്കിലും അതല്ലാതെ RSI ആണെങ്കിലും ഇതിനെല്ലാം എല്ലാം വർക്കൗട്ട് ചെയ്യും. അതിനതിൻ്റെതായിട്ടുള്ള പാരാമീറ്റേഴ്സ് ടെസ്റ്റ് ചെയ്യണം. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ പർപ്പസിന് പറയുകയാണെങ്കിൽ ഒരു 2050 എന്ന് പറയുന്ന EMA വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം ഒരു ഇൻസ്ട്രുമെന്റിൽ വർക്കായ എല്ലാ ഇൻസ്ട്രുമെന്റിൽ വർക്കൗട്ട് ആവില്ല. അത് ഏതാണ് വർക്കൗട്ട് ചെയ്യണമെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അത് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ടെക്നോളജിയുടെ അല്ലെങ്കിൽ ആ ഒരു പവർ ഉണ്ടെങ്കിലേ നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യാനും അത്രയും ഡെപ്തിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഇൻഡിക്കേറ്റേഴ്സ് വെച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരും ഉണ്ട്, പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഈ പറഞ്ഞ ഇൻഡിക്കേറ്റേഴ്സ് സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ പറയുന്ന ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം നമുക്ക് യൂസ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അത് കൃത്യമായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഐഡന്റിഫൈ ചെയ്യുക. ഈ പറയുന്ന എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് പിവറ്റിൻ്റെ ഒരു ഫേവറേറ്റ് ഇൻഡിക്കേറ്ററാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മൂവിങ് ആവറേജ് എനിക്കൊരു ഫേവറേറ്റ് ഇൻഡിക്കേറ്ററാണ്. അത് പ്രോഫിറ്റ് എന്നുള്ളതിലല്ല ഞാൻ പറയണം, അതൊരു പേഴ്സണൽ ഫേവറേറ്റ് എന്നുള്ള രീതിയിൽ ഞാൻ പറയാം. അപ്പോൾ എങ്ങനെയാണ് ആൽഗോ ട്രേഡിംഗിൽ നമ്മൾ റിസ്ക് മാനേജ്മെന്റ് യൂസ് ചെയ്യുന്നത്? ഏത് തരത്തിലാണ് റിസ്ക് മാനേജ്മെന്റ് ചെയ്യുന്നത്? നോർമലി നമ്മളൊരു മാനുവൽ ട്രേഡ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് അത് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെക്കുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒന്ന് ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതിപ്പോൾ മാനുവൽ ട്രേഡ് ആയാലും റിസ്ക് പെർ ട്രേഡ് വേണം, അത് ആൽഗോയിലായാലും വേണം. സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് വേണം.
അതുപോലെ ഒരു ദിവസം ലിമിറ്റ്, മാക്സിമം ലോസ് ഇത്രയ്ക്ക് കൂടാൻ പാടില്ല എന്നുള്ള റൂൾ ഡിഫൈൻഡ് ആയിരിക്കണം, അത് ഈ സോഫ്റ്റ്വെയറിൽ ഉണ്ടാവണം. മന്ത്ലി റൂള്, ഇങ്ങനെ ഓരോ റിസ്ക് മാനേജ്മെന്റ്, അത് മാനുവലി ചെയ്താലും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതൊക്കെ തന്നെയാണ് ഇതിലും വരേണ്ടത്. പിന്നെ ഉള്ള എലമെന്റ് ഇപ്പം പേഴ്സണലി ഇപ്പം എൻ്റെ എക്സ്പീരിയൻസിൽ വെച്ച് പറയുവാണെങ്കിൽ ഇപ്പം ഞങ്ങൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിപ്ലോയ് ചെയ്യുന്നത് ഓപ്ഷൻ സെല്ലിങ്ങിലായിരിക്കും. അപ്പോൾ ഓപ്ഷൻ സെല്ലിങ്ങിൽ വരുമ്പം കൂടുതലും റിസ്ക് എലമെന്റ് കൂടുതലാണ്. കാരണം റിസ്ക് എലമെന്റ് കൂടുതലാണ് ഇൻ ദ സെൻസ് ടെക്നിക്കൽ ഇഷ്യൂസ് വന്നാൽ, സ്റ്റോപ്പ് ലോസ് ട്രിഗർ, ഇപ്പൊ ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം സ്റ്റോപ്പ് ലോസ് ട്രിഗർ ആയില്ലെങ്കിൽ അത് ഇമ്പാക്ട് വരാൻ സാധ്യത ഉണ്ട്. പക്ഷെ അത് വരാതിരിക്കാൻ നമ്മളപ്പോൾ അവിടെ റിസ്ക് മാനേജ്മെന്റ് ഭാഗമാണ് ഹെഡ്ജ് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ എവരി പൊസിഷൻ, നമ്മൾ ഏത് പൊസിഷൻ എടുത്താലും ഇറ്റ് വിൽ ബി ഹെഡ്ജ്ഡ്. അപ്പം ലോസ് ഡിഫൈൻഡ് ആണ്, എത്രത്തോളം നമുക്ക് പോകും നമുക്ക് പ്രീ ഡിഫൈൻഡ് ആയിട്ട് അറിയാൻ പറ്റും. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ റിസ്ക് മാനേജ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്. അത് ആര് എന്ത് ചെയ്യുന്നു, ഇപ്പൊ നമ്മൾ ഓപ്ഷൻ സെല് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഹെഡ്ജിങ്, സ്റ്റോപ്പ് ലോസും കാണും, ഹെഡ്ജിങ് സിസ്റ്റത്തിലുണ്ടാവും. അപ്പൊ ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം സ്റ്റോപ്പ് ലോസ് ട്രിഗർ ആയില്ലെങ്കിലും ഹെഡ്ജിങ് വിൽ ബി സേവ് മീ എന്നുള്ള ഒരു കോൺസെപ്റ്റ്. അപ്പൊ ഈ ഒരു റിട്ടേൺ റൂൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആൽഗോ ട്രേഡിംഗിൽ കേട്ടിട്ടുള്ള മറ്റൊരു ടേമാണ് ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതെന്താണ്, നിങ്ങളത് ചെയ്യുന്നുണ്ടോ? HFTs ഒരു സെപ്പറേറ്റ് ഒരു വേൾഡ് ആണ്. അത് നമുക്ക് ലോക്കലി ചെയ്യാൻ പറ്റുന്നതല്ല. അത്രയും ഇൻഫ്രാസ്ട്രക്ചറും അത്രയും ഇൻവെസ്റ്റ്മെന്റ്സും വേണ്ട ഒരു കാര്യം. കാരണം നേരത്തെ പറഞ്ഞ ലേറ്റൻസിയിൽ കളിക്കുന്ന കളിയാണ്. ഇപ്പൊ നമ്മുടെ ഒരു സോഫ്റ്റ്വെയറിൽ നിന്ന് ഇതിലോട്ട് വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ മില്ലി സെക്കൻഡ്സിന്റെ വ്യത്യാസമാണ്. ആ മില്ലി സെക്കൻഡ്സിന്റെ അകത്ത് വെച്ചിട്ട് തന്നെ ഇവര് ആർബിട്രേജ്, അതായത് ഒരു മില്ലി സെക്കൻഡ്സിന് ഒരാൾക്ക് കിട്ടി ഇപ്പുറത്ത് ഉള്ള ചെറിയ പോയിന്റുകളുള്ള ഡിഫറൻസുകളുണ്ടാവും, വേരിയേഷൻ. ആ പോയിന്റ് ഡിഫറൻസ് ഹൈ വോളിയത്തിൽ കളിക്കുന്നതാണ് HFTs. അപ്പൊ ആ ഒരു മില്ലി സെക്കൻഡ്സിന്റെ അകത്ത് നടക്കുന്ന സാധനം നമുക്ക് ഓപ്പർച്യൂണിറ്റൈസ് ചെയ്യണമെങ്കിൽ, മോണിറ്റൈസ് ചെയ്യണമെങ്കിൽ അത്രയും പവർഫുൾ ഇൻഫ്രാസ്ട്രക്ചർ വേണം, അത്രയും പവർഫുൾ എമൗണ്ട് വേണം, അത്രയും വേറൊരു വേൾഡാണ് അത് HFTs. ചോദിക്കാൻ കാരണം പേഴ്സണൽ ഇൻഡിവിജ്വൽ അല്ലാതെ നമ്മൾ ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ക്ലയൻസിന്റെ ഫണ്ട് മാനേജ് ചെയ്യുന്ന ആൾക്കാർ ഈ പറയുന്ന HFT യൂസ് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. ചെയ്യുന്നുണ്ട് ഇപ്പോഴും. പക്ഷെ അത് ഒരു വേറൊരു ലെവലിലുള്ള അല്ലെങ്കിൽ ഹൈലി എസ്റ്റാബ്ലിഷ്ഡ് കമ്പനീസ്, ഫോണ്ട് കമ്പനീസ്, അതിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഫോണ്ട് കമ്പനീസ് ഉണ്ട്. HFTs അവരുടെ സ്പെഷ്യലൈസേഷൻ HFTs മാത്രമായിരിക്കും. അതിന് ആ ഇൻഫ്രാസ്ട്രക്ചറും നമ്മുടെ ടെക്നോളജിയും അത്രയും ടെക്നോളജി വേണം. അത് ഇപ്പം പേഴ്സണലി ഞാൻ ചെയ്യുന്നില്ല, അത് അത്രയും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പൊ കോണ്ടിന്റെ അകത്ത് തന്നെ പല ഏരിയാസ് ഉണ്ട്, സ്പെഷ്യലൈസേഷൻ ഉണ്ട്. അതിൽ നമ്മൾ ഒരു കോൺ ട്രേഡിംഗിൽ ആ HFT സ്പെഷ്യലൈസേഷൻ അല്ല, വേറൊരു ആസ്പെക്റ്റിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പൊ ഇപ്പോൾ സംസാരിച്ചതിന്റെ കൂട്ടത്തിൽ ആർബിട്രേജിന്റെ കാര്യം പറഞ്ഞല്ലോ, അത് നമ്മൾ ഈ ആൽഗോ ട്രേഡിംഗിൽ എങ്ങനെയാണ് അപ്ലിക്കബിൾ ആക്കുന്നത്? ആർബിട്രേജ് പല രീതിയിൽ വരും. ഇപ്പം ഈ പറഞ്ഞ ഇത് HFTs ചെയ്യുന്ന ആർബിട്രേജ് എന്ന് പറഞ്ഞാൽ മില്ലി സെക്കൻഡ്സിന്റെ അകത്ത് കിട്ടുന്ന ആർബിട്രേജ് മോണിറ്റൈസ് ചെയ്യുക എന്ന് പറയുന്നതാണ്. അവിടെ ഒരു നമുക്ക് ഹൈ വോളിയത്തിൽ കളിച്ച് കഴിഞ്ഞാൽ അതിന്റെ റിട്ടേൺ ഒരു കിട്ടുക എന്നുള്ളതാണ്. അല്ലാതെ നോർമലി നമുക്ക് ചെയ്യുന്ന എലമെന്റുകളുണ്ട് ആർബിട്രേജ്. അത് പക്ഷേ ഒരു വലിയ പ്രോഫിറ്റബിലിറ്റി ട്രേഡിങ്ങിൽ കിട്ടുന്ന സാധനമല്ല. ലൈക്ക് ഇപ്പം സ്ട്രക്ചറലി ഉള്ള ആർബിട്രേജ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഫ്യൂച്ചേഴ്സും ക്യാഷ് പ്രൈസും തമ്മിലുള്ള, ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഫ്യൂച്ചേഴ്സിൽ ഒരു ചെറിയ വേരിയേഷൻ ഉണ്ടാവും, ക്യാഷിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. ആ സാധനത്തിന്റെ വ്യത്യാസത്തിന്റെ മോണിറ്റൈസ് ചെയ്യുക എന്ന് പറയുന്നതാണ്. അതിപ്പം നമ്മൾ പോലത്തുള്ള കമ്പനീസ് ട്രേഡിങ്ങിന് ഉപയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്ന് മ്യൂച്വൽ ഫണ്ട്സ്, ആർബിട്രേജ് മ്യൂച്വൽ ഫണ്ട്സ് എല്ലാം അവൈലബിൾ ആണ് മാർക്കറ്റിൽ. 6-8% ഇയർലി റിട്ടേൺ സേഫ് ആയിട്ട് കിട്ടുന്നുണ്ടാവും. അപ്പോൾ FDക്ക് ഓൾട്ടർനേറ്റീവായിട്ട് ഷോർട്ട് ടേം ടാക്സ് ഇല്ലാത്ത ഇക്വിറ്റി സ്ലാബിൽ വരുന്ന എലമെന്റാണ് ആർബിട്രേജ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലത്തെ നമ്മൾ ഹൈ ടെക്നോളജി ഉപയോഗിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ അത് മ്യൂച്വൽ ഫണ്ട്സും ഇറക്കിയിട്ടുണ്ട്. കാരണം അതൊരു അഡ്വാൻറ്റേജ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ അത് 6-8% റിട്ടേണേ കിട്ടത്തുള്ളൂ. അതിലൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ പറയുന്നില്ല, ചെയ്യാൻ പറ്റും. വേറൊരു ആസ്പെക്റ്റിൽ HFTs ലെവലിലൊക്കെ പോയാലേ അത് ഇപ്പം പറ്റും. കാരണം ഇന്നത്തെ കാലത്തെ ടെക്നോളജി, പണ്ട് ഇത് ഭയങ്കര കോമൺ ആണ്. ആർബിട്രേജ് എന്ന് പറയുന്ന ഒരു കോമൺ അല്ലെങ്കിൽ മെയിൻ സ്ട്രാറ്റജി ആയിരുന്നു പണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ എന്ന് പറയുന്നത്. ഇപ്പം പക്ഷേ ടെക്നോളജി അഡ്വാൻസ്മെന്റ് വന്നു ഇനി ആർബിട്രേജ് ടെക്നോളജി അഡ്വാൻസ്മെന്റ് കൂടും തോറും കുറഞ്ഞു വരികയാണ്. മില്ലി സെക്കൻഡ്സിന്റെ അകത്താണ് കളികൾ. അപ്പൊ അത്രയും ടെക്നോളജി ഉള്ള ആൾക്കാർക്ക് പിന്നെ പറ്റത്തുള്ളൂ. അപ്പൊ ഈ പറഞ്ഞ ഒരു സാധനം ഉണ്ട്, അത് മ്യൂച്വൽ ഫണ്ട്സ് വഴി തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, സേഫ് ആയിട്ട്. ഈ മെഷീൻ ലേണിംഗ് ഉണ്ടല്ലോ, അത് നമുക്ക് എങ്ങനെയാ ആൽഗോ ട്രേഡിംഗിൽ ആക്കാൻ പറ്റും? അത് നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു കോണ്ട് ട്രേഡിംഗ് എന്ന് പറയുന്ന വേൾഡിൽ പല എലമെന്റുകൾ, പല സ്റ്റേജസ് ഉണ്ട്. ഇതൊക്കെ ഈ മെഷീൻ ലേണിംഗ് LLM എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ് മോഡൽസിലോട്ട് പോകുന്നത് ഒരു അഡ്വാൻസ്ഡ് ഹൈടെക് ലെവലിലോട്ട് പോകുന്നതാണ്. അത് ഇന്നത്തെ കാലത്ത് AI ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അതായത്
മെഷീൻ ലാംഗ്വേജ് ഇൻ ദ സെൻസ് നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ റൂള് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ചെയ്യുന്നുള്ളത് മെഷീൻ ലാംഗ്വേജ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ അതുപോലത്തെ LLM മോഡൽസ് ഉപയോഗിച്ച് ചെയ്യുന്നതെന്ന് പറയുന്നത് ആ ഡേറ്റ നമ്മൾ കൊടുക്കും, ക്വാളിറ്റി ഡേറ്റ കൊടുത്തിട്ട് ഈ പറയുന്ന മോഡൽസിനെ ഇംപ്ലിമെന്റ് ചെയ്ത് ആ മോഡൽസിനെ ഡേറ്റ അവർ പരിശോധിച്ച് അവരെന്തെങ്കിലും പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചെക്ക് ചെയ്യും. ആ പാറ്റേൺ ഐഡന്റിഫൈ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ ആ പാറ്റേൺ നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് തരുന്നതാണ്. പക്ഷെ പേഴ്സണലി ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് മെഷീൻ ഇത്രയും കഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഞാൻ ഡിപ്ലോയ് ചെയ്ത് മെഷീൻ ലാംഗ്വേജ് വെച്ച് ചെയ്തതിനേയും കാട്ടി സിമ്പിളായിട്ട് എനിക്ക് പൈസ ഉണ്ടാക്കാൻ അല്ലാത്ത സ്ട്രാറ്റജീസ് കൊണ്ട് പറ്റുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ കണക്ക് പോസിറ്റീവ്സ് ഉണ്ട്. അത് നമുക്കൊരു നെക്സ്റ്റ് ലെവൽ അത്രയും ഫണ്ടൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു മേ ബി അത്ര ഇൻഫ്രാസ്ട്രക്ചർ വരുമ്പോൾ നമുക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ അർത്ഥമുള്ളൂ. ഈ ഒരു പോയിന്റിൽ നമുക്കൊരു റീറ്റെയിൽ ട്രേഡിങ്ങിലായാലും ഒരു പരിധി വരെ എല്ലാം മെഷീൻ ലാംഗ്വേജ് എനിക്ക് യൂസ് വന്നിട്ടില്ല പേഴ്സണൽ റിസർച്ചിലായാലും. കാരണം ഈ പറഞ്ഞ കണക്കുള്ള വ്യത്യാസമുണ്ട്. ഒന്ന്, പെർഫെക്ഷനിസം കൂടുതലാണ്. ഈ മെഷീൻ ലാംഗ്വേജ് ഉപയോഗിക്കുമ്പം കുറച്ച് സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ റോങ് സിഗ്നൽസ് തരും. ബാക്ക് ടെസ്റ്റിംഗ് ഡേറ്റ എറർ അടിക്കും. ഒരുപാട് എറേഴ്സ് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് ഈ പറയുന്ന മെഷീൻ ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ. അപ്പോൾ അത് അതിനെയും കാട്ടി ഇപ്പം മെഷീൻ ലാംഗ്വേജ് നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനെയും കാട്ടി റിട്ടേൺ എനിക്ക് ബെറ്റർ റിട്ടേൺസ് അല്ലാതെ കിട്ടുന്നുണ്ട്. അല്ലാത്ത സ്ട്രാറ്റജീസ് മെഷീൻ ലാംഗ്വേജ് ഉപയോഗിക്കാത്ത റൂൾ ബേസ്ഡ് സ്ട്രാറ്റജീസ് കിട്ടുമ്പോൾ നമ്മൾ ഓഫ് കോഴ്സ് ഏറ്റവും ഈസി ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിലോട്ട് നമ്മൾ ചേഞ്ച് ചെയ്യും. അപ്പം ഇതാണ് മെഷീൻ ലാംഗ്വേജ് പോസിബിൾ ആണോ ചോദിച്ചാൽ പോസിബിൾ ആണ്. പക്ഷെ അത് വേണോ വേണ്ടെന്നുള്ള നമ്മളെ തീരുമാനമാണ്. എപ്പം വേണം എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അത് വെച്ചിട്ടാണ് അതൊരു അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് സ്റ്റൈൽ ഓഫ് ട്രേഡിങ്ങിലോട്ട് പോകുന്ന സ്റ്റെപ്പാണ്. ഇങ്ങനെ മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് മാനുവലി ചെയ്യുമ്പോൾ നമ്മുടെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ സെന്റിമെന്റ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ വരുന്നുണ്ടല്ലോ. ഈ ആൽഗോയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞത് ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു സെന്റിമെന്റൽ അനാലിസിസ് അല്ലെങ്കിൽ അത് അവിടെ വർക്ക്ഔട്ട് ആവുന്നില്ലല്ലോ. പക്ഷെ നമുക്ക് ആ ഒരു സെന്റിമെന്റൽ അനാലിസിസ് നമുക്ക് ഇതിൽ ആപ്ലിക്കബിൾ ആക്കാൻ പറ്റുമോ? എനിക്കൊന്ന് മെഷീൻ ലാംഗ്വേജ് അത് LLM മോഡൽസ് എന്ന് പറയുന്ന ഒരു മോഡൽസ് ആണ് സെന്റിമെന്റൽ അനാലിസിസ് ഒക്കെ ചെയ്ത് വരുന്നത്. അത് ലൈക്ക് ആ ഒരു LLM മോഡൽസ് ഉപയോഗിച്ചൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാനോ അങ്ങനെ പറ്റത്തില്ല. നമുക്ക് വേണമെങ്കിൽ അതൊരു ഫിൽട്ടർ കണ്ടീഷൻ ആയിട്ട് ഒരു കണ്ടീഷൻ, അതായത് നമുക്ക് ഉള്ള റൂൾസിൽ ട്രിഗർ ആവുന്നതിന് മുന്നേ ആയിട്ട് ഈ ഒരു അനാലിസിസും കൂടി നടത്തി പോസിറ്റീവ് ആണെങ്കിൽ, ഇപ്പം സെല്ലാണെങ്കിൽ സെന്റിമെന്റൽ അനാലിസിസ് വെച്ചിട്ട് അത് ഷോർട്ട് സൈഡാണ് പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഗോ വിത്ത് ഇറ്റ് എന്നുള്ളൊരു ഫിൽട്ടർ കണ്ടീഷൻ ഉള്ള രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. അത് മാത്രമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യേണ്ട എന്നുള്ളതാണ് ഒപ്പീനിയൻ, പേഴ്സണൽ ഒപ്പീനിയൻ. അതേപോലെ തന്നെ ഈ ഓവർ ഫിറ്റിംഗ് വരുന്നത് ഒരു പ്രശ്നമായിട്ട് കാണാറുണ്ടല്ലോ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ബാക്ക് ടെസ്റ്റിംഗിൽ ഈ ഓവർ ഫിറ്റിംഗ് ഒഴിവാക്കാൻ പറ്റുക? ഓവർ ഫിറ്റിംഗ് എന്ന് പറയുമ്പോൾ പെർഫെക്ഷനിസം നോക്കുന്നതാണ്. അതാണ് നേരത്തെ ഞാൻ ഒരു കാര്യം പറഞ്ഞു വെച്ചാൽ മെഷീൻ ലാംഗ്വേജിന്റെ ഉള്ള പ്രശ്നം ഓവർ ഫിറ്റിംഗ് ആണ്. കാരണം അവർക്ക് 10 വർഷത്തെ ഞാൻ ഒരു 1 മിനിറ്റ് ഡേറ്റ കൊടുത്തെന്ന് വയ്ക്കുക ഒരു സ്റ്റോക്കിൻ്റെ, എന്നിട്ട് അത് പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇരുന്ന് ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കും. റൺ ചെയ്ത് അവരുടെ കയ്യിൽ ഡേറ്റ ഉണ്ട്. ആ ഡേറ്റ വെച്ചിട്ട് ഈ ഡേറ്റയുടെ ഒരു പ്രഡിക്ഷൻ എന്നുള്ള രീതിയിൽ കൂടുതൽ പെർഫെക്ഷനിസത്തിലോട്ട് കൊണ്ടുപോകും. അത് നോക്കുമ്പോൾ അവർ തരുന്ന റിസൾട്ട് സൂപ്പർ റിസൾട്ട് ആയിരിക്കും. പക്ഷേ അത് ലൈവിലോട്ട് പോകുമ്പം എറേഴ്സ് അടിക്കും. കാരണം അത് കാണിച്ച റിസൾട്ട് ആയിരിക്കത്തില്ല. കാരണം ഈ ഡേറ്റ അവരുടെ ഉള്ളിലുണ്ട്, ഓൾറെഡി ഉണ്ട്. അത് വെച്ചിട്ട് അവർ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഫ്യൂച്ചർ ഡേറ്റ അവരുടെ മുന്നിലുണ്ട്. ഈ ഫാസ്റ്റ് ഡേറ്റയുടെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ അവർ റൺ ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഡേറ്റ അവരുടെ കയ്യിലാണ്. അത് വെച്ചിട്ട് അവർ പാറ്റേൺ ഐഡന്റിഫൈ, അതൊരു ഇഷ്യൂ ആണ്. അതുപോലെ ഒരു ഈ ഓവർ ഫിറ്റിങ്ങിന്റെ ഒരു എക്സാമ്പിളായിട്ട് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ഞാനൊരു മൂവിങ് ആവറേജിന്റെ ഒരു സ്ട്രാറ്റജി എടുത്ത് അത് നോക്കിയപ്പോൾ ഓക്കെ പ്രോഫിറ്റബിൾ ആണ്. അപ്പം ഞാൻ വിചാരിക്കും എന്നാൽ പിന്നെ RSI കൂടെ ആഡ് ചെയ്താലോ, അടുത്ത RSI കൂടെ ആകുമ്പോഴേക്കും കുറച്ചും കൂടെ പ്രോഫിറ്റ് വരും എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ നോക്കുമ്പോൾ കുഴപ്പമില്ല, പ്രോഫിറ്റ് ഡ്രോഡൗൺ കുറവുണ്ട്. പിന്നെ അടുത്ത നമുക്ക് തോന്നുന്നു അടുത്തത് ആഡ് ചെയ്താലോ. ഇതാണ് ഓവർ ഫിറ്റിംഗ്. ഓവർ പെർഫെക്ഷനിസം പോകുമ്പോൾ ചിലപ്പോൾ റിസൾട്ടൊക്കെ സൂപ്പറായിട്ട് കാണിക്കും, പക്ഷെ അത് ലൈവിൽ ഡിപ്ലോയ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഓവർ ഫിറ്റിംഗ് ചെയ്യാതിരിക്കുക എന്നുള്ള ഉറപ്പ് വരുത്തേണ്ടത് ഈ പറയുന്ന ഇംപ്ലിമെന്റ് ചെയ്യുന്ന നമ്മൾ തന്നെയാണ്. കൂടുതൽ റൂൾസുകൾ കൊടുക്കാതിരിക്കുക, മാക്സിമം ലോ റൂൾസ് വെച്ചിട്ട് സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് കാര്യം. ഇപ്പം നമ്മൾ ഈ റീസെൻ്റ് ആയിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എന്ന് വെച്ചാൽ നമ്മളൊരു സ്റ്റാഫ് ഇങ്ങനെ കൊണ്ട് റിസർച്ചിൻ്റെ റിപ്പോർട്ട് തന്നപ്പം ഒരു 6-7 കണ്ടീഷൻസ് വെച്ചിട്ടാണ് തന്ന റിപ്പോർട്ട്, ആ പോർട്ട്ഫോളിയോയുടെ ഒരു റിട്ടേൺ. അപ്പം അത് ബേസിക്കലി അത് കാണുമ്പോൾ തന്നെ ഓവർ ഫിറ്റിംഗ് ആണ് നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം പറഞ്ഞു വെച്ചാൽ അതിലൊരു 4 കണ്ടീഷൻ എടുത്ത് മാറ്റിയിട്ട് 2 ആയിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. 2 ആക്കിയപ്പോഴേക്കും ഫാർ ബെറ്ററുമാണ്, ഇംപ്ലിമെന്റ് ചെയ്യാനും ഓട്ടോമേറ്റ് ചെയ്യാനും ഭയങ്കര എളുപ്പമാണ്.
ഇതാണ് ഓവർ ഫിറ്റിംഗ്. അത് കുറയ്ക്കാന്ന് വെച്ചാൽ ഈ പറയുന്ന ഓവർ പെർഫെക്ഷനിസം നമ്മുടെ എല്ലാവരും ഒരു മിത്താണ്. കൂടുതൽ എന്താ പറയുക, കാര്യങ്ങൾ ഇട്ട് കൊടുത്ത് തന്നെ കണ്ടീഷൻസ് ആഡ് ചെയ്താൽ കൂടുതൽ റിസൾട്ട് കിട്ടും എന്നുള്ള ഒരു മിത്താണ്. ആക്ച്വലി അങ്ങനെയല്ല. മാക്സിമം സിമ്പിൾ ആക്കുന്നതാണ് എൻ്റെ എക്സ്പീരിയൻസിൽ ഇതുവരെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും പൈസ ഉണ്ടാക്കിയിട്ടുള്ളത്. എനിക്ക് അവസാനമായിട്ടൊരു സംശയമുള്ളത്, ഈ ആൽഗോ ട്രേഡിങ് ട്രേഡേഴ്സിൻ്റെ ഇടയിലാണല്ലോ ഇത് വരുന്നത്. അപ്പോൾ ഈ സ്വിങ് ചെയ്യുന്നവരുണ്ട്, സ്കാൽപ്പ് ചെയ്യുന്നവരുണ്ട്, ഇൻട്രാഡേ ചെയ്യുന്നവരുണ്ട്. ആൽഗോ ട്രേഡിങ് ഏറ്റവും ബെസ്റ്റ് ആർക്കായിരിക്കും? അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും അത് എങ്ങനെ അത് യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും. അപ്പോൾ ഈ എൻ്റെ ഒരു പേഴ്സണൽ പോർട്ട്ഫോളിയോയിലുള്ള ഒരു റൂളാണ് നിഫ്റ്റി ഈ പറഞ്ഞ കണക്ക് ഗോൾഡ് വെച്ചിട്ടുള്ള ഒരു അസറ്റ് അലോക്കേഷൻ, അസറ്റ് റൊട്ടേഷൻ വെച്ചിട്ട് പോകുന്ന സെറ്റപ്പ് ഉണ്ട്. അപ്പൊ അത് കൈൻഡ് ഓഫ് സിങ്ക് ട്രേഡിംഗ് ആണ് ആക്ച്വലി. ഒരു മന്ത്ലിയോ 2 മന്ത്ലിയോ അത് റീബാലൻസ് ആവും, അല്ലെങ്കിൽ 3 മന്ത് ആവാം, ഡിപ്പെൻസ് ഓൺ ദ റൂൾ എപ്പോഴാണ് ട്രിഗർ ആവുന്നത്. അതൊരു സിങ്ക് ട്രേഡിംഗ്, അത് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഏതാണ് നല്ലതെന്നുള്ളതില്ല, നമുക്ക് ഏതാണ് ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ ഒരു കോൺഫിഡൻസ് ഏരിയ ഉണ്ടാവും. അപ്പൊ ഞാൻ ഓപ്ഷൻസിലാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. എന്തുകൊണ്ട് അത് പറയാൻ കാരണം, ഞാൻ ഓപ്ഷൻസിലാണ് കംഫർട്ടബിൾ ആയിട്ടുള്ളത്, അതിലാണ് പൈസ ഉണ്ടാക്കിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് പൈസ ഉണ്ടാക്കുമ്പോൾ ഞാൻ അതിൽ കൂടുതൽ കംഫർട്ടബിൾ ആവും, അതിൽ ഫോക്കസ് ആവും. അതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ അത് ഇഷ്ടമല്ല എന്നുള്ളതല്ല. അതുകൊണ്ട് ഞാൻ അത് ഓട്ടോമേറ്റ് ചെയ്ത്. ഇല്ല, ഞാൻ ഇക്വിറ്റിയിലായിരുന്നെങ്കിൽ ഇക്വിറ്റി ഓട്ടോമേറ്റ് ചെയ്തേനെ. അപ്പൊ ഏതിൽ ചെയ്താലും ആര് എന്ത് കംഫർട്ടബിൾ ആണ് അത് അനുസരിച്ചിട്ട് ആൽഗോ ഉപയോഗിക്കുക. ഇനിയുള്ള കാലം എനിക്ക് തോന്നുന്നു എയുടെ കാലമാണ്. പഴയതുപോലെ ഇപ്പൊ ഞാൻ 2019 20 ഓട്ടോമേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് കോഡിങ് അറിയണം. അപ്പൊ എൻ്റെ കൂടെ ഉള്ള, എനിക്ക് പേഴ്സണലി ഞാൻ കോഡിങ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതല്ല, ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടൻസി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളാണ്. പിന്നെ കോഡിങ് കുറച്ച് പഠിച്ച്, ഇതിന് വേണ്ടി പഠിച്ച്. അപ്പൊ എൻ്റെ പാർട്ണറും ബ്രദറും ആയിട്ടുള്ള പുള്ളിക്കാരൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. പുള്ളി അതിൽ കോഡ് ചെയ്ത് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങി. പക്ഷെ ഇന്നത്തെ കാലത്ത് തിരിഞ്ഞു നോക്കുമ്പം അന്ന് ഞാൻ 1 മാസം ഇരുന്ന് കോഡ് ചെയ്തിട്ടുള്ള സാധനം മേ ബി ഇന്ന് എനിക്ക് മിനിറ്റുകൾക്കകം ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്രയും ടെക്നോളജി വളർന്നു. അപ്പൊ ഇനിയുള്ള കാലം എല്ലാവരും ഈസിനെസ്സായിരിക്കും. സ്വാഭാവികമായിട്ട് മനുഷ്യന്മാരാണ്, മടിയന്മാരാണ്. നമ്മൾ മടി ഉള്ളതുകൊണ്ടാണല്ലോ ഇതുപോലത്തെ സിമ്പിൾ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ടാണ് ടെക്നോളജി അഡ്വാൻസ് ആവുന്നതും ഈ മടിയുടെ ഫാക്ടറാണ്. അതുകൊണ്ട് നമ്മൾ ഇനിയുള്ള കാലം ആൾഗോ മാത്രമേ ആയിരിക്കത്തുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ കൺക്ലൂഡ് ചെയ്തിട്ട് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ട്രേഡേഴ്സിനോട് എന്താണ് ഈ ആൽഗോ ട്രേഡിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്? ട്രേഡേഴ്സിന് പറയാനുള്ള ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഡിസ്ക്രിഷണറി ട്രേഡിങ്ങിന് ഞാൻ അത് പ്രിഫർ ചെയ്യാൻ സാധ്യതയില്ല. കാരണം നിങ്ങൾ ഡിസ്ക്രിഷണറിയുടെ പുറകിലാണ്. നിങ്ങളൊരു ലോസിംഗ് ട്രേഡർ ആണെങ്കിൽ ഡിസ്ക്രിഷണറി ട്രേഡിംഗ് വിട്ടിട്ട് ഒരു റൂൾ ബേസ്ഡ് ട്രേഡിങ്ങിലോട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒരു 6 മന്ത്സ് നിങ്ങൾ നോക്ക്. ഇതുവരെ ലോസിലായിട്ടുണ്ടെങ്കിൽ 6 മന്ത്സ് നിങ്ങൾ റൂൾ ബേസ്ഡ് ട്രേഡിംഗ് നോക്കുക. എന്നിട്ട് നിങ്ങളൊരു 6 മന്ത്സ് വെയിറ്റ് ചെയ്യുക. നിങ്ങളൊരു നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രേഡിംഗ് ജേർണിയിൽ ഒരു മൈൽ സ്റ്റോൺ അല്ലെങ്കിൽ ഒരു ടേണിംഗ് പോയിന്റ് നിങ്ങൾക്ക് 6 മന്ത്സിൽ ഉണ്ടാകും എന്നുള്ള ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒരു അഡ്വൈസ് എന്നുള്ള രീതിയിൽ ഞാൻ പറയും. കാരണം എൻ്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായത് എൻ്റെ റൂൾ ബേസ്ഡ് ട്രേഡിങ്ങിലോട്ട് വന്നതിന് ശേഷമാണ്. അപ്പം അത് എത്രത്തോളം നിങ്ങൾ റൂൾ ബേസ്ഡ് ട്രേഡിങ്ങിൽ വരും അത്രത്തോളം പീസ്ഫുൾ മൈൻഡ് കിട്ടും. ഈ പറയുന്ന സക്സസ്ഫുൾ ആവാനുള്ള സാധ്യത, പ്രോബിലിറ്റി കൂടും എന്നുള്ളതാണ്. അതുകൊണ്ട് അത് നോക്കുക. അപ്പോൾ നമ്മൾ ആൽഗോ ട്രേഡിങ്ങിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഈ ഒരു സെഷനിൽ സംസാരിച്ചത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ട്രേഡേഴ്സ് കുറച്ചുകൂടെ കെയർഫുൾ ആയിട്ട് റൂൾ ബേസ്ഡ് ആയിട്ട് ട്രേഡ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം. ഏതായാലും ET ടോക്സിൽ മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം.